പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോഴേ നമ്മൾ മനുഷ്യരുടെ മുമ്പിലാണ് ഏറ്റുപറയണത്. നിങ്ങളൊന്ന് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ച്, കർത്താവ് ദൈവമേ, എനിക്കൊരു അടയാളം കിട്ടി, മനുഷ്യരുടെ മുമ്പിലെ അങ്ങ് ഏറ്റുപറഞ്ഞ് മഹത്വത്തിൽ പങ്കാളിയാകാൻ എന്നെ അഭിഷേകം ചെയ്യണമേ. നിങ്ങൾക്ക് വല്ലാത്തൊരു ക്രൈസ് തോന്നണം. ശരിക്കും ക്രൈസ് ക്രിസ്തുവിന് വേണ്ടി സാക്ഷിയാണ്. കാര്യം നിങ്ങൾ ഒരിക്കലും നിങ്ങളങ്ങനെ സാക്ഷിയായ വിത്ത് ഓൾ ഫെർവൻസ് നിങ്ങളുടെ എല്ലാവരും തീഷ്ണതയോടും കൂടി നിങ്ങളെ സാക്ഷിയായി നിങ്ങൾ അതിനുവേണ്ടി കൊതിച്ച് ആഗ്രഹിച്ച് 10 മനുഷ്യരുടെ മുമ്പിൽ യേശുവിൻ്റെ ഒരു സാക്ഷിയായി മാറി അത് നിങ്ങളുടെ ഒരു ദൗത്യമായിട്ട് നിങ്ങൾ മനസ്സ് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ കർത്താവ് നിങ്ങളെ ഓൺ ചെയ്യണത് എവിടെ വെച്ചാണെന്നൊരു പിടിയുമില്ല, എല്ലായിടത്തും ആയിരിക്കും. കഴിഞ്ഞ ദിവസങ്ങളിലൊരു സാക്ഷ്യം ഉണ്ടായി, എൽസ സണ്ണിയുടെ സാക്ഷ്യം. എനിക്ക് ഇഷ്ടപ്പെട്ട സാക്ഷ്യങ്ങളൊന്നാണ്. എൽസ സണ്ണിയുടെ പ്രശ്നം വെച്ചാൽ എൽസ സണ്ണി ബികോം കരുത്തിയാണ്. അതെന്താ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് ബികോം കഴിഞ്ഞപ്പോഴാണ്, ബികോം സെക്കൻഡ് ഇയർ ആയപ്പോഴാണ് അവൾക്ക് തോന്നിയത് BSc മാസ്റ്റർ ഡിഗ്രി എടുക്കണത് MSc എടുക്കണമെന്ന്, നേഴ്സിംഗ് ഫീൽഡിലോട്ടൊന്ന് മാറണമെന്ന്. നടക്കുക, നിങ്ങൾക്കറിയാമല്ലോ നടക്കത്തില്ലെന്ന്. ഒരു ആർട്ട് സ്റ്റുഡൻ്റ് അല്ലെങ്കിൽ കൊമേഴ്സ് സ്റ്റുഡൻറ്റ് എങ്ങനെയാണ് പെട്ടെന്ന് സയൻസ് സ്റ്റുഡൻ്റ് ആകണത്? ഇവൾക്കൊരു 10 ബികോം സെക്കൻഡ് ഇയർ ആയപ്പോഴാണ് ഈ ബികോമിനെ കുറിച്ച്, കാര്യം ബികോം എടുത്ത ആൾക്കാരാണല്ല ഒരു ഇടക്കാലം കൊണ്ട് ബികോംകാർക്ക് ഭയങ്കരമായ ഒരു പുകഴ്ച കിട്ടില്ല. അവരാണല്ലോ പിന്നെ CA MBA ഒക്കെ പോയിട്ട് പോയത്. CA കാര്യത്തിൻ്റെ സാക്ഷ്യമുണ്ട് ഈ ദിവസങ്ങളിൽ, അടിപൊളി സാക്ഷ്യം. അപ്പോൾ ഇവളുടെ പ്രശ്നം അതല്ല. ഇവളെ ബികോം കഴിഞ്ഞിട്ട് പിന്നീട് MCOMിലേക്ക് MBA ഒക്കെ ഒന്നും പോകാൻ ഉദ്ദേശമില്ലാതെ അവൾക്ക് സയൻസിലേക്ക് ഒന്ന് കാലം മാറണം തോന്നി. പക്ഷേ ഇത് നിങ്ങൾക്ക് കേൾക്കണ പോലെ എനിക്കും പുതിയ കാര്യമാണ്. ഇതെങ്ങനെ സാധിക്കണത്? വീടുണ്ടോ? പക്ഷേ ഇവളുടെ അമ്മയോട് വന്ന് ഇവളോട് പറയും, എന്താ പറയണത്? എൽസ പറയും, എനിക്കൊന്ന് നേഴ്സിങ്ങിലേക്ക് മാറിയാൽ കൊള്ളാവുന്നുണ്ടെന്ന് പറയും. അപ്പോഴോ അമ്മ 10ാം ക്ലാസ് വെച്ച് ഇവളോട് പറയണതാണ്, നിൻ്റെ ഫീൽഡ് നേഴ്സിംഗ് ആണ്, നീ അങ്ങോട്ട് മാറിക്കൊള്ളാൻ പറയുമായിരുന്നു. പക്ഷെ അന്ന് അവൾക്ക് ഇഷ്ടമില്ലായിരുന്നു ആ ഫീൽഡ്. കാര്യം അത്ര കൊച്ചു ഫീൽഡ് അല്ലല്ലോ അത്. ഭയങ്കര കഷ്ടപ്പാടും നല്ല ക്ഷമയും നല്ല നൈറ്റും പിന്നെ രോഗവും പഴുപ്പും വേദനയും കാറലും വേണ്ടല്ല. നമ്മൾ തന്നെ ആശുപത്രിയിൽ പോയി ഒരാഴ്ച താമസിക്കും, മനസ്സിലാവും എഴുത്തുമാരാരാണെന്ന്. പ്രത്യേകിച്ച് രാത്രിയും പകലും വർക്ക് ചെയ്യുന്നവരും തിയേറ്ററിൽ നിൽക്കുന്നവരും എക്സ്റേ നിൽക്കുന്നവരും IC നിൽക്കുന്നവരും കാലൊക്കെ ഇരിക്കണ ഇരിപ്പ് കണ്ടുകഴിഞ്ഞാൽ ഞെട്ടിപ്പോവും. മൊത്തം ഇങ്ങനെ AC നിൽക്കുകയല്ലേ, ചിലക്ക് AC അലർജി പോലും ആയിരിക്കും. അപ്പോഴിങ്ങനെ ഉള്ളത് കൊണ്ട് ഇവർക്ക് താല്പര്യമില്ലാഞ്ഞത്. പക്ഷേ ഈ ബികോം സെക്കൻഡ് ഇയർ ആയപ്പോൾ പുള്ളിക്കാരത്തേക്ക് നേഴ്സിംഗ് എടുക്കണമെന്ന് പറഞ്ഞാൽ പക്ഷെ അത് നടക്കത്തില്ല. അമ്മയോട് വന്ന് പറയും, എനിക്ക് നേഴ്സിംഗ് എടുക്കണമെന്ന് പറയും. ഉടനെ അമ്മ വളരെ കൂളായിട്ട് പറയും, എന്താ പറയണത്, ഞാൻ 10ാം ക്ലാസ് പോലെ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് നീ നേഴ്സിംഗ് ഫീൽഡിലേക്ക് വരാൻ. അത് ഇപ്പോഴെങ്കിലും കർത്താവ് തോന്നിച്ചല്ല. അപ്പം നിങ്ങൾ ഓർക്കും അമ്മയ്ക്ക് ബോധമില്ലായിരിക്കും, ഇങ്ങനെയുള്ള ബികോം കാര്യത്തിന് നേഴ്സിങ്ങിന് പോകാൻ പറ്റത്തില്ലെന്ന് അമ്മയ്ക്ക് അറിയാൻ പാടില്ലാത്തത് കൊണ്ടാണെന്ന്. അങ്ങനെയൊന്നുമല്ല, അവർ പറയുന്നതിൻ്റെ കാര്യം കർത്താവിൻ്റെ മുമ്പിൽ അതിന് മാർഗമുണ്ടെന്ന്. വിശ്വാസി അങ്ങനെ വിശ്വസിക്കണത്, മനസ്സിലായ? വിശ്വാസി ബുദ്ധി കൊണ്ടല്ല വിശ്വസിക്കണത്, വിശ്വാസി ഹൃദയം കൊണ്ടാണ് വിശ്വസിക്കണത്. കൈ എടുത്ത് കർത്താവിനെ ഇരിക്കുക. ഈ പേടി വരാതിരിക്കാൻ വേണ്ടി നിങ്ങൾ എന്തെങ്കിലും സംഭവങ്ങളൊക്കെ ക്രിസ്തുവിൻ്റെ ചൈതന്യത്തിൽ നിരക്കാത്തത് ശരീരത്തിൽ ധരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളത് എടുത്ത് കളയണം. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടാതിരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളൊന്ന് നിങ്ങൾ പല വള്ളങ്ങളെ ചവിട്ടി നിൽക്കുന്നത് കൊണ്ടാണ്. ശ്രദ്ധിക്കണേ, അത് കളയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. അല്ല, അതില്ലാതെ തന്നെ ഈശോ നിങ്ങളെ ശക്തിപ്പെടുത്തി നിർത്തണത്.
എൻ്റെ പ്രിയപ്പെട്ടവർ, ഈശോ നമ്മളോട് സംസാരിച്ചുകൊണ്ടിരുന്നത് സാക്ഷ്യങ്ങളെക്കുറിച്ചാണ്. അതായത് സോഷ്യൽ ഓഡിറ്റിങ് പോലെ അച്ഛൻ പറഞ്ഞ് സ്പിരിച്വൽ ഓഡിറ്റിങ്, അതിലൊന്നാണ് ദൈവസ്നേഹം. നമ്മളിതെല്ലാം ചെയ്യണത് ദൈവസ്നേഹത്തിൻ്റെ ഇന്ധനം ഉപയോഗിച്ചാണ്. രണ്ടാമത് ഈശോ പറഞ്ഞത് വിശ്വാസത്തെ, വാട്ട് കപ്പാസിറ്റി യു ഹാവ് ടു ആസ്ക് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ്. അതായത് ഇത് നിങ്ങൾക്ക് ചെയ്തു തരാൻ എനിക്ക് കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈശോ ആ ഒരു അസസ്മെൻറ്റിന് തയ്യാറാകാൻ പറയുകയാണ്. നിങ്ങളുടെ വിശ്വാസം നിങ്ങൾ അസസ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. അതിനുശേഷം ഈശോ പറഞ്ഞത് സാക്ഷ്യത്തെക്കുറിച്ചാണ്. നമ്മുടെ അസസ്മെൻ്റ് വർത്തിക്കുന്നത് ഒരു കാര്യം സാക്ഷ്യമാണ്. സാക്ഷ്യം നിങ്ങൾക്ക് പറയാൻ കഴിഞ്ഞാൽ മനുഷ്യരുടെ മുമ്പിൽ നിങ്ങളത് ഏറ്റുപറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ നിങ്ങൾ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നയാളാകും. ദൈവത്തിൻ്റെ സദ്വാർത്തകളും ദൈവത്തിൻ്റെ സാന്നിധ്യവും അത് മറ്റു ജനങ്ങളിലേക്ക് കൈമാറുന്ന ഒരു വ്യക്തിയായിട്ട് മാറുമ്പോൾ യു വിൽ ക്ലെയിം ദ റിലേറ്റീവ് ഓൺ റിലേറ്റീവ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ ഒരു സ്വന്തമായി മാറും. കാര്യം ദൈവത്തിന് പ്രയോജനമുള്ളവരായി മാറുന്നതും ദൈവത്തിനെ അടിസ്ഥാനപ്പെടുത്തി ജീവിക്കുമ്പോൾ നമ്മൾ പലരെയും, ഇപ്പം നിങ്ങൾ തന്നെയും പലരെയും അടിസ്ഥാനപ്പെടുത്തിയാൽ നിങ്ങൾ ജീവിക്കണം, അല്ലേ? അമ്മമാരാണ് മക്കളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ജീവിക്കുക. എങ്ങനെയെങ്കിലും അതുങ്ങളെ ഒന്ന് പറക്കം മുറ്റിച്ചെടുക്കണം എന്നാണ് അമ്മമാർ കഷ്ടപ്പെട്ട് അവരെ പഠിപ്പിക്കുകയും ഉറക്കം നിൽക്കുകയും ചെയ്യണത്. ഇത് തന്നെ അപ്പന്മാരും കുടുംബം നോക്കാൻ വേണ്ടി. അപ്പോൾ ഒരു അടിസ്ഥാനമുണ്ട് എല്ലാത്തിനും. ഇതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അടിസ്ഥാനം ഉണ്ടാകണം. എന്താണ്? ദൈവത്തിന് അടിസ്ഥാനപ്പെടുത്തണം. നിങ്ങൾ ദൈവത്തിന് അടിസ്ഥാനപ്പെടുത്തണം. ഒരു ദിവസം ദൈവത്തിന് വേണ്ടി, ദൈവത്തെ ഓർത്ത്, ദൈവമായിട്ടൊരു ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ എന്തെങ്കിലും ഒരു സാക്ഷ്യം വഹിച്ചിരിക്കണം. ഉടമ്പടി നിങ്ങൾ അതിന് ഭയങ്കരമായിട്ട് സഹായിക്കുന്നുണ്ട്. പക്ഷേ അടയാളം കിട്ടിക്കഴിഞ്ഞാൽ യു മസ്റ്റ് പാസ് ഇറ്റ്. അത് നിങ്ങളത് പാസ് ചെയ്യണം മറ്റുള്ളവരിലേക്ക്. അല്ല രഹസ്യം ചെയ്ത് വെച്ചുകൊണ്ടിരിക്കരുത്. ഇപ്പം തന്നെ നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങളോട് തന്നെ പലരും പറഞ്ഞിരിക്കണത് മൗത്ത് ടു മൗത്തായിട്ടാണ് പറഞ്ഞിരിക്കണം, അല്ലേ? പത്രമൊക്കെ നിങ്ങൾ അറിയുന്നുണ്ട്. കൃപാസനത്തിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ കാണുന്നുണ്ടെങ്കിലും അതിൻ്റെ 3 ഇരട്ടി പേരാണ് നാക്ക് കൊണ്ട് മറ്റുള്ളവരോട് അമ്മയെക്കുറിച്ചും ഉടമ്പടിയെക്കുറിച്ചൊക്കെ പറയണം, അല്ലേ? അതെല്ലാം സാക്ഷ്യം തന്നെയാണ് അത് പറയണം. പക്ഷെ നിങ്ങൾക്കറിയണം അത് നിങ്ങൾ ദൈവസ്നേഹത്തോടെയാണ് പറയണമെന്ന് അറിയണം. ദൈവസ്നേഹത്തോടെയാണ് നിങ്ങളത് പറയണത്. ഒന്ന് മക്കളൊന്ന് പ്രാർത്ഥിച്ച് നെഞ്ചത്ത് വെച്ചുകൊണ്ട്, കർത്താവേ ഞാൻ ഒത്തിരി പേരോട് ഇതിന്റെ അടയാളങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നീ ഇപ്പോഴേ എനിക്ക് നൽകുന്ന ആലോചന അതൊക്കെയും ഞാൻ പറഞ്ഞതൊക്കെയും നിന്നോടുള്ള സ്നേഹത്തെ പ്രതി നിന്റെ സ്നേഹത്തിന്റെ സാക്ഷ്യ എന്ന നിലയില് കൈമാറാനാണ്. കർത്താവേ, ഒരു സാക്ഷിക്ക് ആവശ്യമായ ദൈവസ്നേഹത്താൽ വിശ്വാസത്താൽ എന്നെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.